Yes. This one? Yeah, Everest in the here. Okay. This is the Lhotse. This is the Everest in the here. You know, we saw. Yeah, I saw first. My dream comes true. Actually, can you take a photo of me? Thank you. നമ്മൾ നാംചിന്ന് 2 മണിക്കൂർ നടന്നാൽ ഇവിടെ എത്തും. സനാസ എലിവേഷൻ നടന്നു 3600 മീറ്റർ ഹൈറ്റുള്ള തലത്തിൽ. അപ്പോൾ ഇവിടുന്ന് ഗോക്യോയിലേക്ക് 20 കിലോമീറ്ററാണ്, 16 മണിക്കൂർ നടത്താം. പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് 34 കിലോമീറ്റർ 21 മണിക്കൂർ നടത്താം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതാണ് ഡൈവേഷൻ. എൻ്റെ പ്ലാന് ഗോക്യോയിലേക്ക് പോയി പോകണമെന്നായിരുന്നു. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് ശരിയില്ല, ഒന്നും ശരിയില്ല. പിന്നെ ഒന്നാമതൊറ്റക്കാണ്, ഇപ്പോൾ ഓഫ് സീസണുമാണ്, സോ ഡേഞ്ചർ. സോ ഞാൻ എന്താണ് ഈ ക്ലാസിക് റൂട്ട് വഴിയാണ് പോകുന്നത്. ചിലപ്പോൾ ആരെങ്കിലും ഗോക്യോയിലേക്ക് വഴി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ കൂടിയിട്ട് ഗോക്യോയിലേക്ക് കംപ്ലീറ്റ് ബാക്കിയുള്ളത് കാണിച്ചു തരാം. എന്തായാലും തിമ്പോച്ച് എത്തട്ടെ. ഓക്കെ ഗൈസ്, ആ വെള്ളം ഇത് കണ്ടോ, നമ്മൾ അവിടെ നിന്ന് കേട്ടോ തിമ്പോച്ചൊക്കെ വന്നത്. 3 രാവിലെ എവറസ്റ്റിൻ്റെ വ്യൂ കിട്ടിയ അവിടെ നിന്ന് അന്ന് കയറി എത്തി. ഇനി മല ഫുള്ള് കയറണം. 2 മണിക്കൂറുണ്ട്. നമുക്ക് 4 മണിക്കൂറിനടുത്ത് എന്തായാലും എടുക്കും, ഉറപ്പാ. പാടത്തിയിട്ട് കാണും എന്തായാലും. ഇനിയുള്ളത് എല്ലാം കൂടി ഒരൊറ്റ എപ്പിസോഡാക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ നടക്കൂ. അല്ലാണ്ട് എൻ്റെ OTGയും പോയി പെൻഡ്രൈവും പോയി എല്ലാം പോയി. എന്ത് ചെയ്യാൻ, നെറ്റ് ഉണ്ടെങ്കിൽ നൈസായിട്ട് എഡിറ്റ് ചെയ്തിട്ട് നേരെ കയറ്റിയിടാൻ. അങ്ങനെയാണ് ഇത്രയും ദിവസം ഇപ്പോൾ ചെയ്ത് വെച്ചത്. വൈഫൈ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഒരു വഴി ഉണ്ടാക്കാൻ നോക്കും. ഓക്കെ, ഇവിടെ ഒന്നാമത് സോ എക്സ്പെൻസീവ് ആവശ്യം. അതായത് നമ്മളെന്തായാലും നിന്ന ഹോട്ടൽ, നമ്മളിവിടുന്ന് തിമ്പോച്ചയിലേക്ക് പോവാം. നമ്മൾ തങ്ബോച്ചയിൽ നിന്നിക്കില്ല, അവിടുന്ന് നേരെ മുന്നോട്ട് വന്നത് അതാ ദിബോച്ചെ എന്ന് പറയുന്ന സ്ഥലമാണ്. ദിബോച്ചെന്നോ അങ്ങനെ എന്താ സ്ഥലത്തിൻ്റെ പേര്, ദബോച്ചെ അങ്ങനെ എന്താ. മറ്റടുത്തുനിന്ന് ഒരു 1/4 മണിക്കൂർ നടത്താനുണ്ട്. അപ്പം ഞാൻ എന്തായാലും 2 മണിക്ക് എത്തിനും. അപ്പോൾ നമ്മളോടുള്ള മറ്റേ ജർമ്മനിക്കാരും ചെക്കനും അവൻ്റെ ഗൈഡും പോകുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് കൂടി നേരെ ഇങ്ങോട്ടേക്ക് കാണുന്നു. പക്ഷേ ഇവിടെ റൂം എടുത്ത നല്ല ഇവരോട് കൂടി റൂം എടുത്ത നല്ലൊരു വണ്ടത്തെ ടൈപ്പ്. എന്താ വെച്ചാൽ നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഗൈഡിന് കമ്മീഷൻ ഉണ്ട്. അപ്പം കമ്മീഷൻ എടുക്കാൻ നമ്മളടുത്ത് മേടിക്കാം. എന്നോട് ആദ്യം 1000 റുപ്യ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 1000 റുപ്യൻ്റെ റൂമൊന്നും എനിക്ക് വേണ്ട, ഞാൻ സോളോ ആണ്, എനിക്ക് ഡോർമെറ്ററി റൂം മതി, 500 റുപ്യൻ്റെ റൂം മതി എന്ന് പറഞ്ഞു. 500 റുപ്യ എന്നാണ്. അപ്പം സെയിം റൂം എനിക്ക് തരുന്നത്, താക്കോലുമായിട്ട് വേറെ ഇതങ്ങ് തന്നു. സംഭവം ശരിക്ക് 300 കിട്ടേണ്ട റൂമാണ്. പക്ഷെ മറ്റേ ചെങ്ങായിൻ്റെ കമ്മീഷൻ ഉണ്ട്. കാരണം ഒരു ഓസ്ട്രേലിയക്കാരനില്ലേ ഞാൻ പറഞ്ഞത്, അയ്യേ റോക്കറ്റ് പോലെ പോകുന്ന കൈ, ഓൻ്റെതും അതുപോലെ തന്നെ എൻ്റെതും ഇവൻ്റെതും നല്ല രീതിയിൽ കമ്മീഷൻ അടിക്കുന്നുണ്ട്. പക്ഷെ നല്ല ഗൈഡാണ് ചെങ്ങായി, നല്ല കമ്പനിയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ നടത്താൻ തുടങ്ങുകയാണ്. എന്തായാലും കാണാം, നല്ല എന്തെങ്കിലും കണ്ടിട്ട് കാണാം. കാരണം ഫോണിൽ സ്റ്റോറേജ് കുറവാണ്. നമ്മൾ കുറേ നടന്നപ്പോൾ മാതാപുരത്തിൻ്റെ അത് എവറസ്റ്റിൻ്റെ ഒക്കെ ഒരു അടിപൊളി വ്യൂ കിട്ടിയിട്ടുണ്ട്. നേരത്തെ കാണുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ക്ലൗഡൊന്നും മൂടാണ്ട് ഉള്ളത്. ഈ തലയെ തൊപ്പിയിട്ട പോലത്തെ ഉണ്ടല്ലേ ഇതാട്ടോ എവറസ്റ്റ്. കണ്ടാൽ ചെറുതാന്ന് തോന്നും, പക്ഷേ അതാണ് ഏറ്റവും വലുത്. ഉണ്ടോ അവിടെ നോക്കിയാൽ ആദവള വലുതാണ്. കാരണം ആദവള നമ്മളായിട്ട് കുറച്ചുകൂടി നിയറാണ്, എവറസ്റ്റ് കുറേ ബാക്കിലാണ്, അതുകൊണ്ടാണ് ചെറുതാന്ന് തോന്നുന്നത്. ഇന്ന് വലിയ ഹൈക്കിംഗ് ഒന്നും ഇല്ലാതെങ്കിലും പറഞ്ഞത്, അത്യാവശ്യം ഹൈക്കിംഗ് ഉണ്ട്. ശരി ഗൈസ്, നല്ല എന്തുണ്ട് കാണിക്കാം. ഇപ്പോൾ സമയം 2 മണി. വലിയ കാട്ടാട. നമ്മൾ തിമ്പോച്ച എത്തിയിട്ടുണ്ട്. ആണ് തിമ്പോച്ച. ഇവിടെ ചിലപ്പം നാളെ ഇന്ന് രാത്രിയൊക്കെ തലേവേദന അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നാളെ ഇവിടെ സ്റ്റേ അക്ലമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ ദാറ്റ് വി ഗോ ടു എവിടെ ലുബൂച്ച. ലുബൂച്ചിലേക്ക് പോകും നമ്മൾ. ഗംഭീര കാറ്റാണ് നമ്മ കാറ്റ്. അപ്പോൾ ശരി എന്നാൽ ഞാൻ റൂമിലേക്ക് എത്താനുള്ള പരിപാടി നോക്കട്ടെ. നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. നമുക്ക് റൂം ഫ്രീയാ. അത് നമ്മളൊരിക്കലും ഞാൻ രാവിലെ പറഞ്ഞില്ലേ, കേടുമാരോടെ പോകുന്നവരോട് പോകാൻ പാടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ
ഓൾക്ക് എന്തായാലും കമ്മീഷൻ ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ഇതാക്കും. ഇവിടെ എന്നോട് 500 റുപ്യാണ് പറഞ്ഞത്, പക്ഷേ ഞാൻ പറഞ്ഞു ഒരാളത്തെ ഫുഡ് ഇതും കഴിക്കുക. പിന്നെ ഓഫ് സീസണിൽ വരികയാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ടീമുണ്ട്, അതായത് ഈ ഹോട്ടലിൽ തന്നെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് ഇവിടെ അതായിരുന്ന ടീമുണ്ടാവും. അപ്പം ഇവരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറത്ത് എന്താക്കിയിട്ടുണ്ടാവും, ആറിയിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് എന്താക്കുക, റൂം പിടിക്കുക. അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് റൂം സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ഐഡിയ വെച്ച് കളിക്കണം. അങ്ങനെയാണ് റൂം നമ്മൾ ഫ്രീ ആയിട്ടിട്ട് കുഴപ്പമില്ല, നല്ല റൂമും കാര്യങ്ങളുണ്ടോ. അതുപോലത്തെ ദിവസം സ്റ്റേ അതുപോലെ തന്നെ, പക്ഷേ നല്ല ബെഡായിട്ടത്, അടിപൊളി ബെഡ്, കൊള്ളാം. അപ്പോൾ ശരി, എന്നാൽ നമുക്ക് നാളെ കാണാം. ഇന്ന് തലവേദനൊന്നും ഇല്ലെങ്കിൽ നാളെ നമ്മളെ നേരെ ഇവിടെ നിന്ന് പോകും, അത്ര തന്നെ. നമ്മൾ എപ്പിസോഡ് 2 തമിഴിൽ നിന്ന് സാധനം മേടിക്കുന്നെല്ലാം പോയി, കാരണം അത് പെൺഡ്രൈവിലുണ്ടായിരുന്നു. ഞാൻ അവിടുന്ന് അത് ലാപ്ടോപ്പെല്ലാം മേടിച്ച് ചെക്കെല്ലാം ചെയ്ത് നോക്കി, കിട്ടുന്നില്ല. ചിലപ്പം ഇതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. ലാപ്ടോപ്പാണ് വിൻഡോസ് 7 ഇപ്പം പെറുക്കിയിട്ട് എൻ്റെ ലാപ്ടോപ്പിലും കൂടി ഇട്ട് വെക്കണം, ഇല്ലെങ്കിൽ മൊത്തത്തിൽ പോയി. രാവിലത്തെ ട്രക്കിങ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് ഹോട്ടൽ, ദ മൗണ്ടൻ ഹെറിറ്റേജിന്. നല്ല ഹോട്ടലാണ്. അതെ, 1800 റുപ്യ ഉള്ളൂ എനിക്ക്. എന്താണ് ഇന്നത്തെ രണ്ട് നേരത്തെ ഫുഡ് എന്ന് പറയുന്നത്. നല്ല തണുപ്പുണ്ട്. ഞാൻ മറ്റേ ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, വിൻ്റർ ജാക്കറ്റ് എടുത്തിട്ടിട്ടുണ്ട്. ആടെ ലാസ്റ്റ് അന്ന് രാവിലെ തന്നെ കണി എന്ന് പറയുന്നത് സ്നോ മൗണ്ടനൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇനി ലബൂച്ചയിലേക്കാണ് പോക്ക്. ലബൂച്ചയിലേക്ക് നടക്കട്ടെ, നല്ല തണുപ്പുണ്ട്. ഗ്ലൗസൊക്കെ എടുത്ത് വെച്ചിട്ട് കേട്ടെ. എന്നാൽ ശരി, നല്ല എന്തെങ്കിലും വരികയാണെങ്കിൽ കാണിക്കാം. നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. റൂമിലെത്തിയിട്ട് കുറേ നേരം കിടന്നതാണ്. എംഎസ് അടിച്ച് നല്ല തലവേദന ഉണ്ടായിരുന്നു ട്രക്ക് ചെയ്യുന്നേരം. നല്ല തലവേദന വെച്ചാൽ നല്ല തലവേദന, നല്ല രീതിക്ക് തലവേദന അടിച്ച് അങ്ങനെ ഇവിടെ റൂം എടുത്താൽ എന്താ നമുക്ക് റൂം ഫ്രീ ആണ്. നമ്മളോട് ഇന്നൊരു പാർട്ട്ണറുണ്ട്, അപ്പുറം കൊറിയക്കാരനുണ്ട്. 21 വയസ്സേ ഉള്ളൂ. 28ാമത്തെ രാജ്യമാണ് നേപ്പാൾ. ഒന്ന് മിലിറ്ററിയിൽ ചേരാൻ പോകണം. അതിൻ്റെ മുന്നേ എന്താണ് കറങ്ങാൻ 30 രാജ്യം കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് അവൻ്റെ മിഷൻ. അതിനിറങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് മാൽദീവ്സ്. എന്തല്ലേ ചെക്കന്മാരൊക്കെ ലൈഫ്. നമ്മളതൊക്കെ പുരയെന്ന് ലോക സീന. അവൻ്റെയൊക്കെ പുരയിൽ പെരുത്ത സപ്പോർട്ടാണെന്നാണ് പറഞ്ഞത്. ഇനല്ല ഓലിങ്ങനെ പോലും ഫുള്ള് ട്രിപ്പ് പോവുക. അവൻ്റെ നാട്ടിൽ ഒന്നൊന്നുമല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ശരി, എന്നാൽ ഞാൻ കിടക്കട്ടെ. നല്ല തലവേദനയിട്ട് മക്കളെ. നാളത്തേക്ക് റെഡി ആയിട്ട് വേണം. നാളെ നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുന്ന ഡേ ആണ്. അതുകൊണ്ട് ഒന്നാമത് വീഡിയോ ഒന്നും എടുക്കാൻ നല്ല തലവേദനയുണ്ട്. ഞാൻ എത്തിക്കും, 1 മണിയാകുന്ന ഇവിടെ എത്തിക്കും. അപ്പം ശരി, എന്നാൽ ബൈ ബൈ. നാളെ കാണാം. നാളെ എന്തായാലും ABC. നാളെ തലവേദന ആണെങ്കിലും വലിയ ഞാൻ കയറും. കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, താഴോട്ട് ഇറങ്ങിയാൽ അങ്ങ് റെഡിയാവും. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് ലബൂച്ചേന്ന് വർക്ക്ഷോപ്പിലേക്ക് പോവാണ്. ഞാനിവിടെ ഓക്സിജൻ ലെവലൊക്കെ ചെക്ക് ചെയ്ത് കുത്തിരിക്കുക. ഇത് നമ്മളെ മറ്റേ ഇവൻ്റെതാ 82 ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഹാർട്ട് ബീറ്റ് ലേശം കൂടുതലാണ്, 116. കണ്ടോ, അതൊന്നാമത് ഇവിടെ ഹൈ ആറ്റിറ്റ്യൂഡല്ലേ, അപ്പോൾ നമ്മൾ കൂടുതൽ കഷ്ടപ്പെട്ടിട്ട് വലിച്ച് കയറ്റണം. ഒന്നാമത് ഇവിടെ മൈനസ് മുട്ടിഞ്ഞ തണുപ്പ് വെച്ചാൽ മുട്ടിഞ്ഞ തണുപ്പ്, ഒന്നും പറയാനില്ല. രാവിലെ ബാത്റൂമിലെല്ലാം പോയിട്ട് കൈയെല്ലാം മരവിച്ച് പോയി. ഞാൻ എന്നിട്ടൊന്നിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴിക്കില്ല, ടിഷ്യൂ പേപ്പർ ഇട്ട് ഒറ്റ തുറക്കൽ മേടിച്ചാൽ അതൊന്നുമില്ല. കൈ കാര്യം പറിച്ചിട്ടുണ്ടല്ലോ. ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോകണം. ഇവിടെ നല്ല ഹോട്ടൽ കേട്ടോ. ഇവിടെ ഉള്ള ഹോട്ടലുകാരൻ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ 50 റുപ്യ കുറച്ച് തന്ന്, പിന്നെ റൂമിൻ്റെ പൈസ ഇതാക്കി തന്ന്, പിന്നെ ഇന്നത്തേക്കുള്ള സ്റ്റേ സെറ്റാക്കി തന്നിട്ട്. മൂപ്പരെ ഹനിയൻ്റെ ഹോട്ടലുണ്ട് ഗോരക്ഷേപ്പിൽ. അപ്പോൾ അവിടെ പോയിട്ട് എടുത്തോ, റൂമും ഫ്രീ ആയിട്ട് കിട്ടും, പിന്നെ വൈഫൈയും ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ മറ്റേ കാടാ, വൈഫൈ ഇല്ല. പിന്നെ വെള്ളവും ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ വെള്ളം ഫ്രീ ആയിട്ട് കിട്ടൂല, ഐസല്ലേ, അതുകൊണ്ട് കിട്ടൂല. അപ്പോൾ ശരി, എന്നാൽ ഞാൻ എന്തായാലും ഇന്ന് കൂടുതൽ വിഷ്വൽസ് കാണിക്കാം. അത്യാവശ്യം സ്പേസ് ഉണ്ട് ഫോണിൽ. ഓക്കെ, അപ്പോൾ ശരി, ബൈ ബൈ. താഴെ കാണുന്നുണ്ടോ, ഒക്കെ ഫുൾ ഐസാട്ടോ. ഗ്ലേഷ്യേഴ്സ് തന്നെ. ഇവിടെ കാണോ ലേക്ക് ഉണ്ട്. നമ്മളതാ കയറിയല്ല മലയാളിയ മൂപ്പര് തന്നെ പറഞ്ഞ സർക്യൂട്ട് സൈക്കിൾ കൊണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം നേരെ സിംഗപ്പൂരേക്കാ. പേരെന്തേലും മറന്നുപോയി. ജോ
എറണാകുളത്തതാ. അത് ഐസ് ഉരുക്കിയതാ കേട്ടോ. ഗ്ലേഷ്യേഴ്സ് ഇല്ലേ, ഗ്ലേഷ്യേഴ്സ് വെയിലത്തൊരുക്കിയിട്ട് സെറ്റാണ് അത്. ആ ലേക്ക് പോലത്തെ പോയിട്ട് ഞാൻ അറിയണ്ട മുകളിൽ കയറിയ ഗ്ലേഷ്യേഴ്സ് കാണാൻ പറ്റുന്നത്. കാണുന്നില്ല ഗ്ലേഷ്യേഴ്സ് കേട്ടോ. എന്തായാലും അങ്ങോട്ട് പോയിട്ടാണ് കുറേ നടക്കാണ്ട്. ഹെലികോപ്റ്ററൊക്കെ പോകുന്നുണ്ട്. അയ്യോ പറഞ്ഞിട്ടില്ലേനോ കുംഭു ഗ്ലേഷ്യറിൻ്റെ ഉള്ളിൽ കൂടെ നദി ഒഴുകുന്നുണ്ടെന്ന്. ഇതാട്ടോ കൂട്ടുപശു ഉണ്ടോ. ഇവിടെ നീൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നോ. ഇവിടെ ഒക്കെ നമ്മൾ നടക്കുന്ന വയ്യ. പക്ഷെ ഇവിടുന്ന് അയ്യോ ഭാഗത്ത് ഇങ്ങനെ കറക്റ്റ് വരുന്നുണ്ടോ. ഇവിടെ നൈസായിട്ട് നാച്ചുറലായിട്ട് നടന്നു കൊടുക്കുന്നുണ്ട്. ഇതാണ് വയ്യ, ഗംഭീര വയ്യ. കുറേ ആൾക്കാർ പോയിട്ട് റിട്ടേണൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. കാണാണ്ടോ ഒക്കെ നടക്കുന്നുണ്ടോ. പോയിട്ട് റിട്ടേൺ വരുന്ന ടീമാണ്. ശരി നടക്കട്ടെ. ഇവിടെ ശ്രദ്ധിച്ചാണെങ്കിലേ പ്രശ്നം. വീഡിയോ എടുക്കാൻ നിന്നാലേ കായപ്പ നല്ല രസമുണ്ടാവും. ഉണ്ടോ ഇവിടുന്ന് ഉറവ പൊട്ടുന്ന മാതിരി പോകുന്നുണ്ടോ. നമ്മൾ മറ്റേ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി EBCയിലേക്കുള്ള നടത്താൻ തുടങ്ങി. സമയം എത്രയായി? എന്തായാലും 3 മണിക്കൂറുണ്ട് EBCക്ക്. നമ്മൾ ലഗേജൊക്കെ വെട്ടി കുറച്ച് റൂമിൽ കുറേ സാധനമൊക്കെ വെച്ച് വെള്ളവും സാധനമൊക്കെ എടുത്ത് ആകെ ബാക്കിയൊന്നും എടുത്തിട്ടില്ല. എന്തായാലും 2 കിലോമീറ്റർ കൂടി ഉണ്ട് ഇനി ബേസ് ക്യാമ്പിലേക്ക്. പക്ഷേ നമ്മൾ വളരെ മെല്ലെ പോകുന്നത്. എനിക്ക് പിന്നെ AMS അടിച്ചു തുടങ്ങി. നല്ല രീതിക്ക് തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നാമത് UP വയ്യാനെ കൊണ്ട് നല്ല ചൂടല്ല ഇവിടെ. 49, 50 ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡി സെറ്റായി വരണേ. ഞാൻ സ്പീഡ് കയറിക്കല്ലോ. 9 ദിവസം കൊണ്ട് ഞാൻ മുകളിലെത്തി ഇവിടെ എവറസ്റ്റ് എത്തിക്ക്. സോ അതുകൊണ്ടായിരിക്കും പിന്നെ ഞാൻ നടത്ത ലേശം സ്പീഡ് കൂടുതലാണ്. ഇത്ര മെല്ലാക്കാൻ നോക്കിയിട്ട് നടക്കുക. എന്നോട് നടന്ന് കാണുന്നില്ല, ബാക്കിൻ്റെ കാണുന്നില്ല. ഏതാ വ്യൂ. ഇത് ഫുള്ള് ഗ്ലേഷ്യേഴ്സ് ആട്ടെ. ഞാൻ അപ്പോൾ നടക്കുന്ന തന്നെ ഐസിൻ്റെ മുകളിൽ കൂടെ ആക്ച്വലി. നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. അരമണിക്കൂറും കൂടിയേ ഉള്ളൂ. കണ്ടോ കുംഭു ഗ്ലേഷ്യറിൻ്റെ അതിലൂടെ പോകണം. EBC കംപ്ലീറ്റ് ചെയ്ത് തരുന്ന ടീമുണ്ട്. ഇല്ല 3ാമത് വരുന്നവനെ കണ്ടിട്ട് എൻ്റെ കൊറിയക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ കൊറിയൻ പടിയുണ്ട് അവനാ തോന്നുന്നുണ്ട്. എന്തായാലും ഈ ഇറക്കിറങ്ങണം, ചുറ്റി ഇങ്ങനെ പോകണം. ഇത് കണ്ടു ഈശ്വരി വെള്ളത്തിലേക്ക് പോകുക. ഇപ്പം നല്ല ചൂടാണ്. ചൂട് മീൻസ് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. കോട്ടൊന്നും ഇടാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഐസ് ഉരുകുന്നുണ്ട്. അത് സെറ്റപ്പാ. ഓൾമോസ്റ്റ് എത്തിൻ്റെ ബാക്കിലാണ് വരുന്നത്. ഐസ് ഇത് കണ്ടു ഇവിടെ വെറ്റായി കിടക്കുന്നത്. ഇത് ആക്ച്വലി ഐസാണ്. എന്താ ഐസാ. അത് കാലങ്ങളായിട്ട് വന്ന ഗ്ലേഷ്യർ എന്നത് ഐസ്. എന്താ ആണ് കുംഭു ഗ്ലേഷ്യേഴ്സ്. എന്താ ഫുൾ ഐസാണ്. ഓരോ കുത്തിയാൽ ചിലപ്പോൾ എന്നെയും കൊണ്ട് വെള്ളത്തിൽ പോകും. ഐസും വെള്ളത്തിലെല്ലാം വീണിട്ട് നീന്തി കയറാൻ ആവില്ല. അയ്യോ വിഷയമാണ്. ഇതാണ് എവറസ്റ്റ് ബേസ് ക്യാമ്പ്. നമ്മൾ സക്സസ്ഫുള്ളി എവറസ്റ്റ് ബേസ് ക്യാമ്പ് എത്തി. യെസ്. അവിടെ ഒരു കപ്പിൾസ് ഉണ്ട്. ഓരോ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ബോർഡ് ഉണ്ടല്ലോ, അതോടെ പോയിരിക്കും. കാണുന്നില്ല. Yes, finally we reached. Yeah bro. എത്തിപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്ന ബോർഡെല്ലാം കാറ്റത്ത് മാറിപ്പോയതാട്ടോ കിടക്കുന്ന. സോ ഗൈസ് നമ്മൾ നിൽക്കുന്ന ലൈസിൻ്റെ മുമ്പിട്ടോ
പോയിട്ട് ഇവിടെ ലേക്ക് ഉണ്ടാക്കി ഇപ്പം എല്ലാം കൂടി മൺസൂണാണ്, പക്ഷെ നല്ല വെയിലാണ് ഇവിടെ അല്ലേ. അവിടെ വ്യൂ അവരാ നിൽക്കുന്നില്ലേ, അതിൻ്റെ അപ്പുറത്തുള്ളതും എന്താണ് മറ്റേ ആക്ച്വലി ഐസാ അത് ഉരുകുന്നുണ്ട്. അതിൻ്റെ മുകളിൽ കയറി ഫോട്ടോ എടുക്കണം. അറോറ നമ്മളെ കോളേജിൽ നടത്തിയ പരിപാടീൻ്റെ പേരാ. ചങ്ങായാകെ സീര 3 പുരുഷപ്പൊക്കെ എടുക്കുന്നുണ്ട്. സീര ചങ്ങായി. പ്രകാശ് ഇതാണ് കുംഭകേശ്വർ. നമ്മളെ എവറസ്റ്റ് ബേസിൽ വന്ന് കയറി ഇങ്ങനെ പോകും കുറച്ചുകൂടി. ഇതിൻ്റെ താഴെ കൂടെ ഇതാ അങ്ങോട്ടെന്താ ഞങ്ങൾ പോകുന്നില്ല, മുടിഞ്ഞ തണുപ്പാ അല്ലേ. ഞങ്ങൾ ജാക്കറ്റൊക്കെ ഊരി സെറ്റായി നിൽക്കുക, അതുകൊണ്ട് പോകുന്നില്ല. അപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്നുള്ള ഇത് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ ബാംഗ്ലൂരിലുള്ള ഇതാണ്. നമ്മൾ ഇന്ത്യക്കാരുണ്ട് ഇപ്പം ഇവിടെ ഭരിക്കുന്ന ഇന്ത്യക്കാരാണ്. അപ്പുറത്ത് വേറൊരു ഇന്ത്യക്കാരും വരുന്നുണ്ട്. നമ്മൾ ബാംഗ്ലൂരും കർണാടകയും ഇവിടെ അങ്ങ് ഭരിക്കാന്ന് വിചാരിച്ചു. അംഗബലം കൂടുതൽ ഇപ്പം നമ്മളാ. അപ്പോൾ ബൈ ബൈ. അപ്പോൾ ശരി ഗായ്സ്, റൂമിൽ ചെന്നിട്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കയറ്റാൻ നോക്കട്ടെ. എന്നിട്ട് തിരിച്ചു പോകുന്നത് ഫ്ലൈറ്റിലാക്കാനാണ് പ്ലാന്. നടക്കുമായിരിക്കും, അങ്ങനെയൊക്കെയല്ലേ പ്രതീക്ഷിക്കുക. നോക്കട്ടെ. അപ്പോൾ ശരി, ബൈ ബൈ. സൈനിങ് ഓഫ്. ഞാനാണ്.